ഡോക്ടർ എസ് രാജേന്ദ്രനാണ്. അസിസിയ മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ സ്പെഷ്യലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടെ കൂടുതൽ കിഡ്നി സ്റ്റോൺ കേസുകൾ ഒരുപാട് വരുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. കൂടുതൽ കാരണങ്ങൾ നമ്മൾ ഭക്ഷണക്രമത്തിൽ കാൽഷ്യം, യൂറിക് ആസിഡ് കൂടുതലുള്ള പദാർത്ഥങ്ങൾ കഴിക്കുന്നത് കൊണ്ടും വെള്ളം കൂടി കുറവ് കൊണ്ടുമാണ് ഇത് കൂടുതൽ വരുന്നത്. ഇപ്പോൾ സ്റ്റോൺ വരുന്ന ടെൻഡൻസിയെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. സ്റ്റോണിന് ഒരുപാട് ട്രീറ്റ്മെന്റ് ഉണ്ട്. 30 വർഷം 40 വർഷം മുൻപ് ഓപ്പറേഷൻ മാത്രമേ ചെയ്യാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് PCNL പറഞ്ഞ ഒരു പ്രൊസീജിയർ ഉണ്ട്. PCNL എന്ന് പറഞ്ഞാൽ കിഡ്നിയിലെ ഒരു താക്കോൽ ദ്വാരം വെളിയിലിരുന്ന് ഹോളിട്ട് കിഡ്നി വഴി ചെന്ന് ഹോളിട്ട് കല്ല് എടുക്കുന്നത്. അത് പോപ്പുലർ ആയിരുന്നു. പക്ഷേ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് RIRS എന്ന് പറഞ്ഞ ഒരു പുതിയ സംവിധാനം വന്നിട്ടുണ്ട്. ഇതിന് പറഞ്ഞാൽ നമ്മൾ എവിടെയും കണ്ടിക്കുന്നുമില്ല, ഹോൾ ഇടുന്നില്ല, മുറിവൊന്നുമില്ല. ഇത് നമ്മൾ മൂത്രാശയ ഹോൾ വഴി മെഷീൻ കയറ്റി നമ്മൾ കിഡ്നി വരെ ചെന്ന് കിഡ്നി മുഴുവൻ പോയി കല്ലുകൾ നമുക്ക് ലേസർ കൊണ്ട് പൊടിച്ചെടുക്കാം. ഇത് വരാനുള്ള കാരണം ഈ എല്ലാം ഇലക്ട്രോണിക്സിലെ ഇംപ്രൂവ്മെന്റ് കൊണ്ടാണ്. ഈ സ്കോപ്പൊക്കെ വളരെ ചെറിയ സ്കോപ്പാണ്. ലേസറിന്റെ അഡ്വാൻസ്മെന്റ് ഇതെല്ലാം കൊണ്ടാണ് ഇത് സാധിക്കുന്നുണ്ട്. ലേസർ വെച്ച് നമ്മൾ കംപ്ലീറ്റ് എല്ലാ സ്റ്റോൺസെയും പൗഡറായിട്ട് ആക്കി ഒരു സ്റ്റെൻഡും ഇടും. 1 മാസം കഴിഞ്ഞ് സ്റ്റെൻഡ് എടുക്കും. പക്ഷെ സാധാരണ 2 സെന്റിമീറ്റർ സ്റ്റോൺ വരെ ഒരു പ്രാവശ്യം ചെയ്താൽ മതി, കംപ്ലീറ്റ് മാറും. സ്റ്റോൺ വലിപ്പം അതിനെക്കാട്ട് കൂടുമ്പോൾ നമുക്ക് ഒന്നിനെ കൂടുതൽ ചെയ്യേണ്ടി വരും. പക്ഷെ ചെയ്താലും നമുക്ക് കംപ്ലീറ്റ് വേറെ ബ്ലീഡിങ് പ്രോബ്ലം, കോംപ്ലിക്കേഷൻസ് വളരെ കുറവാണ്. PCNL കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ വളരെ കുറവാണ്. നമുക്ക് വീണ്ടും വേണമെങ്കിൽ ഒന്നുകൂടെ വലിയ സ്റ്റോൺ ആകുമ്പോൾ അങ്ങനെ ഇവിടെ 5 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ സ്റ്റോണൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. അത്രയേ ഉള്ളൂ. പേഷ്യന്റും വളരെ 1-2 ദിവസത്തിൽ വിടാം, ജോലിക്കും ഉടനെ പോകാം, റെസ്റ്റിന്റെ ആവശ്യമില്ല. PCNL ചെയ്യുവാണെങ്കിൽ 1 മാസം നമുക്ക് വലിയ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബ്ലീഡിങ് പ്രോബ്ലം കൂടുതലാണ്. അത് കമ്പയർ ചെയ്യുമ്പോൾ RIRS വളരെ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന സാധനമാണ്. ഈ പ്രൊസീജിയർ നമുക്ക് ലേസർ വെച്ച്, ലേസറിൽ 2 ടൈപ്പ് ലേസർ ഉണ്ട്. ഹോൾമിയം ലേസർ, തൂലിയം ലേസർ. നേരത്തെ ഹോൾമിയമാണ് പോപ്പുലർ ആയിരുന്നത്. ഇപ്പൊ പുതിയ ലേസർ തൂലിയം ലേസർ ഉണ്ട്. അതുകൊണ്ട് സ്റ്റോൺ നമുക്ക് വേഗം പൊടിച്ച് സമയം ലാഭിക്കാം. ആ 2 ലേസറും നമുക്ക് അസിസിയ മെഡിക്കൽ കോളേജിൽ ഉണ്ട്. നമുക്ക് അതുകൊണ്ട് തൂലിയം ലേസർ ഉള്ളതുകൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട്. വലിയ സ്റ്റോൺസിൽ നമുക്ക് വേഗം പൊട്ടിച്ച് കിടക്കാൻ പറ്റും.